ശാലോം ടെലിവിഷൻ്റെ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില മനോഭാവങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ കരുതുകയാണ്. നോമ്പ് കാലം നമുക്കറിയാം. ഈ വലിയ നോമ്പ് അല്ലെങ്കിൽ 50 നോമ്പ് എന്നൊക്കെ പറയുന്ന ഈ കാലം കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കാലഘട്ടത്തിൻ്റെ അവസാനം നമ്മൾ ആചരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഓർമ്മിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ഓശാന, ജെറൂസലം പ്രവേശനം, അതുപോലെ തന്നെ പെസഹ ആചരണം, കുരിശുമരണം, ദുഃഖവെള്ളി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഉയർപ്പ്. ആ ഉയർപ്പിലേക്കാണ് ഈ നോമ്പുകാലം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഉയർപ്പ് ഇല്ലെങ്കിൽ, കർത്താവ് ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ്. വിശുദ്ധ പൗലോസ്ലീഹ വചനത്തിലത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ നോമ്പ് കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ച ശേഷം നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ഈ ഉയർപ്പിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ അതിനാവശ്യമായ ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. ഉപവാസവും മാംസവർജനവും തീർത്ഥാടനവും പ്രത്യേക പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയും എല്ലാം അതിലേക്കാണ് നമ്മളെ എത്തിക്കേണ്ടത്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞ ശേഷം എങ്ങനെയായിരിക്കണം. അതിന് ഞാനിന്ന് തിരഞ്ഞെടുത്തത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വചനം പറയുന്ന ആ ജോസഫിൻ്റെ കഥയുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ചരിത്രം, യാക്കോബിൻ്റെ ഇളയ മകനായ ജോസഫിൻ്റെ ചരിത്രം, റാഹേലിൻ്റെ മകൻ. ഈ ജോസഫിൻ്റെ മനോഭാവം ആണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനോഭാവമായി മാറേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. ജോസഫിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 34 മുതലുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. റാഹേലിന് മക്കളുണ്ടാകാതിരുന്നതും, അതുപോലെ തന്നെ യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്ന റാഹേലിൻ്റെ സങ്കടവും. അവസാനം ദൈവം റാഹേലിന് ജോസഫ് എന്ന പുത്രനെ കൊടുക്കുന്നതും, യാക്കോബ് ജോസഫിനെ മറ്റ് മക്കളേക്കാൾ അധികമായി സ്നേഹിക്കുന്നതുമെല്ലാമായ കഥ. സ്വാഭാവികമായിട്ടും കൂടുതൽ സ്നേഹം പിതാവിൽ നിന്ന് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ മറ്റ് സഹോദരങ്ങൾ ജോസഫിനെ വെറുക്കാൻ തുടങ്ങി, അവനോട് ഇഷ്ടമില്ലാതാകാൻ തുടങ്ങി. ഇത് എന്നും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്, അസൂയ എന്ന് പറയുന്നത്. പിതാവ് തന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, ജോസഫിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. ജോസഫിൻ്റെ അമ്മ റാഹേലിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മക്കൾക്ക് ഒരസൂയ. ഈ അസൂയയുടെ കാരണം എന്തായിരിക്കാം? കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, ഈ റാഹേലിൻ്റെ പിതാവ് ലാബാൻ്റെ അടുത്ത്, അതായത് യാക്കോബിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ കുറേ കാലം ജോലിയെടുത്തു യാക്കോബ്. എന്തിനു വേണ്ടിയിട്ട്? റാഹേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം ലാബാൻ ചേടത്ത് നിൽക്കുമ്പോൾ അനിയത്തെ കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് കളിപ്പിച്ച് ലിയ എന്ന് പറഞ്ഞ ചേടത്തിയെ കല്യാണം കഴിപ്പിച്ചു. അതിനുശേഷം പിന്നെയും കുറേ കാലം പണിയെടുപ്പിച്ചു. അങ്ങനെ റാഹേലിനെ കല്യാണം കഴിച്ചു. പക്ഷേ റാഹേലിന് മക്കളില്ല. അതുകൊണ്ട് അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച്
റാഹേലിൻ്റെ ദാസിയിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ മക്കളുണ്ടായി. അപ്പോൾ ലിയായുടെ ദാസി അവളിൽ നിന്നും മക്കളുണ്ടാകണമെന്ന് പറഞ്ഞ് ലിയ ദാസിയെ യാക്കോബിന് കൊടുത്തു. ഇങ്ങനെ യാക്കോബിന് വാസ്തവത്തിൽ ഇഷ്ടമില്ലാത്ത മറ്റൊരു ഭാര്യയും ദാസിമാരും അവരുടെ മക്കളുമെല്ലാമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചത് റാഹേലിനെ കല്യാണം കഴിക്കാനാണ്. റാഹേലിൻ്റെ മക്കളെ ആണ് അദ്ദേഹത്തിന് ഇഷ്ടം. സ്വാഭാവികമായിട്ടും യാക്കോബിന് ജോസഫിനോടും റാഹേലിനോടും കൂടുതൽ സ്നേഹം തോന്നുക സ്വാഭാവികം മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? മറ്റുള്ളവർക്കെല്ലാം അസൂയ. ആ അസൂയ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നിരിക്കാൻ ന്യായമുണ്ടതിന്. കാരണം അവരുടെ അമ്മമാർ യഥാർത്ഥത്തിൽ യാക്കോബ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല. അല്ലെങ്കിൽ അവരുണ്ടായത് യഥാർത്ഥത്തിൽ യാക്കോബ് ആഗ്രഹിച്ചിട്ടുമല്ല. അപ്പോൾ ഇതൊക്കെ ഇവർക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഇവരുടെ മനസ്സിലൊരു ചിന്ത കയറിയിട്ടുണ്ടാകണം, അപ്പന് ഞങ്ങളോടൊന്നും ഇഷ്ടമില്ല. യഥാർത്ഥത്തിൽ യാക്കോബിന് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ആ മക്കൾക്ക് അങ്ങനെ തോന്നുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതിങ്ങനെ സംഭവിക്കാറില്ലേ? യഥാർത്ഥത്തിൽ ഈ അസൂയ, അപകർഷതാബോധം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന വഴക്കുകൾ, അകൽച്ചകൾ, സ്പർദ്ധകൾ, അതെല്ലാമാണ് ഇവിടെ യാക്കോബിൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്നത്. അങ്ങനെ ഈ യാക്കോബാണെങ്കിൽ ജോസഫിന് ഒരു പ്രത്യേകതരം ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഇളയ മക്കൾക്ക്, ഏറ്റവും അവസാനത്തെ മക്കൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് സാധാരണമാണ്. ഇവിടെയും അതേ സംഭവിച്ചുള്ളൂ. പക്ഷെ അവർക്കെല്ലാം വല്ലാത്ത അസൂയ. മാത്രമല്ല, അതിനിടയിൽ ജോസഫിനൊരു സ്വപ്നവും ഉണ്ടായി. നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയാം, സ്വപ്നത്തിൻ്റെ കഥ. നെൽക്കതിർ അല്ലെങ്കിൽ ഗോതമ്പ് കതിർ, എല്ലാ കതിരുകളും ഒരു കതിരിൻ്റെ മുമ്പിൽ കുമ്പിടുന്നതൊക്കെ ആയിട്ടുള്ള കഥ. അപ്പോൾ അത് ഈ ചേട്ടന്മാരെന്ത് പറഞ്ഞു? അപ്പം നിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാം കുമ്പിടണം അല്ലേ? അതിനുള്ള വിദ്യയായിട്ട് നീ സ്വപ്നം കൊണ്ട് വന്നിരിക്കുകയാണ്, കാണിച്ചു തരാം. അന്ന് മുതൽ അവരുടെ മനസ്സിൽ ഒരു ചിന്ത കയറിക്കൂടി, ഇനി ഇവനെ വെച്ചിട്ട് കാര്യമില്ല. ഇവൻ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഞങ്ങളെല്ലാം അടിമകളാക്കും. അവരെന്താ പദ്ധതി ഇടുകയാണ്, ഒരു പ്ലാൻ ഇടുകയാണ്. ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലാനായിട്ടോ അല്ലെ അവിടെ നിന്ന് നാട് കടത്താനായിട്ടോ ഒക്കെ ആയിട്ട്. അവസാനം അതിനുള്ളൊരവസരം വന്നു. ആട് മേയ്ക്കാൻ പോയിരിക്കുന്ന ചേട്ടന്മാരെ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ ജോസഫിനെ പറഞ്ഞു വിടുകയാണ് യാക്കോബ്. ദൂരെ വെച്ച് ഇവനെ കണ്ടപ്പോൾ തന്നെ ചേട്ടന്മാർ പറഞ്ഞു, വരുന്നുണ്ട് സ്വപ്നക്കാരൻ, ഇത്തവണ ഇവനെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. അങ്ങനെ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ഇവനെ എന്ത് ചെയ്യാൻ, ഒരു പൊട്ടക്കിണറ്റി തള്ളിയിട്ട് കൊല്ലാനായിട്ട്. അവർ തള്ളിയിടുക തന്നെ ചെയ്തു. അപ്പോൾ ചേട്ടൻ, ഏറ്റവും മൂത്തവൻ പറഞ്ഞു, യൂദ, കുട്ടിയെ അങ്ങനെ കൊല്ലണ്ട, അവനെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ മറ്റവന്മാർ സമ്മതിക്കുകയില്ല. എങ്കിലും അവസാനം അതിനൊരു അവസരം വന്നു. അതിലെ കടന്നുപോയ ഈജിപ്ഷ്യൻ കച്ചവടക്കാരുണ്ട്. ഈജിപ്ഷ്യൻ കച്ചവടക്കാരതിലെ വന്നപ്പോൾ ഇസ്മായിലേർ, ഈ ചേട്ടൻ പറഞ്ഞു, നമുക്ക് അവനെ ഇവർക്കങ്ങ് വിറ്റേക്കാം. ജോസഫിനെ വേഗം കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി ചെറിയൊരു വിലയ്ക്ക് ഇസ്മായിലർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജോസഫിനെയും കൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു, ഒരടിമയാണല്ലോ ജോസഫ്. ഇപ്പോൾ ജോസഫ് വിൽക്കപ്പെട്ടു. വാങ്ങിയത് പൊത്തിഫാർ എന്ന് പറയുന്ന ആ ഫറവോയുടെ സേവകനാണ് വാങ്ങിച്ചത്. ചേട്ടന്മാരെന്ത് ചെയ്തു? ജോസഫിൻ്റെ ആ നല്ല കുപ്പായമെടുത്ത് ഒരാട്ടിൻകുഞ്ഞിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ അതൊക്കെ മുക്കി, ആ ചോരയൊക്കെ മുക്കി ഇതും കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പിതാവായ യാക്കോബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ പറയുന്നത്? നിൻ്റെ മകനെ കാട്ടുമൃഗം കൊന്നു, എന്നാ ചെയ്യുന്നത്? ഞങ്ങൾ ഒരുപാട് പണിയെടുത്തു, അവനെ കാട്ടുമൃഗത്തിൽ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല.
അങ്ങനെ അവൻ നഷ്ടപ്പെട്ടു നമുക്ക്. യാക്കോബ് കരച്ചിൽ തുടങ്ങി. കരഞ്ഞിട്ടൊന്നൊരു പ്രയോജനമില്ല. അവർ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന, ഒരു നിവൃത്തിയില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പോകുന്ന ജോസഫ് ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയാതെ ജോസഫ് ഇവിടെ പൊത്തിഫാറിൻ്റെ കുടുംബത്തിലായി, അവിടെ ഫറവോയുടെ വലിയ വിശ്വസ്ത സേവകനായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പൊത്തിഫാറിൻ്റെ ഭാര്യ, അത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പൊത്തിഫാറിൻ്റെ ഭാര്യ, അവൾക്ക് ഈ ജോസഫിനെ ഒന്ന് ഭർത്താവായി കിട്ടണം. ഭർത്താവായിട്ടല്ല, ഒരു കാമുകനായിട്ട്. പക്ഷേ ഈ ജോസഫ് അതിലൊന്നും വീഴുന്നില്ല. അവസാനം ഒരു ദിവസം ഇവൾ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴെന്ത് ചെയ്യുന്നു ജോസഫ് അവൻ്റെ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് ഓടുകയാണ്. ഇവിടെ ഈ ജോസഫിൻ്റെ വാക്കുകൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 9 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ, അതായത് പൊത്തിഫാറിൻ്റെ ഭാര്യയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ജോസഫിൻ്റെ ഈ മനോഭാവം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവൻ ഈ അപകടത്തിലൂടെ എല്ലാം, പ്രതിസന്ധികളിലെല്ലാം കടന്നു വന്നിട്ട് അവൻ്റെ മനോഭാവം എത്രയോ വിശുദ്ധമായിട്ട് നിലകൊള്ളുന്നു. ഒന്നാമതായിട്ട് അവൻ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് എൻ്റെ യജമാനൻ, എല്ലാം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയല്ലേ, ഞാൻ എങ്ങനെ അവനെ വഞ്ചിക്കും? ഈ വീട്ടിൽ നിങ്ങൾ മാത്രമേ എൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളൂ. അതെനിക്ക് മനസ്സിലാക്കാൻ കാരണം നിങ്ങൾ അവൻ്റെ ഭാര്യയാണ്. ഇത്രയും വിശ്വസ്തത കാണിക്കുന്ന എൻ്റെ യജമാനനോട് ഞാൻ എങ്ങനെ ഇതുപോലൊരു ചതി ചെയ്യും? ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എങ്ങനെയെങ്കിലും പൊത്തിഫാറിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി പൊത്തിഫാറിൻ്റെ സ്വത്ത് മുഴുവൻ കീഴടക്കാൻ അല്ലെങ്കിൽ പിടിച്ചടക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടക്കുമായിരുന്നു. അതിനവിടെ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ സ്വാഭാവികമായിട്ടും ഭർത്താവുമായിട്ട് അത്ര രസത്തിലായിരുന്നിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ജോസഫിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നത്. നമ്മളുടെ ഇന്നത്തെ ഈ സീരിയലുകളൊക്കെ എടുത്ത് നോക്കുക. ഈ തരത്തിലുള്ള കഥകൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെപ്പോഴും ഈ പൊത്തിഫാറിൻ്റെ ഭാര്യ ചെയ്തതുപോലെയുള്ള സംഭവങ്ങളെ ആദർശവൽക്കരിച്ച് അതാണ് ശരി എന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ, നമ്മുടെ മക്കളുടെ മനസ്സിലേക്കൊക്കെ ആശയങ്ങൾ കുത്തിവയ്ക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ജോസഫിൻ്റെ മനോഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വസ്തത കാണിച്ച യജമാനനെ യാതൊരു കാരണവശാലും വഞ്ചിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ജോസഫ്, അവനതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അതിനൊന്നും വഴിപ്പെടാതെ പോകുന്ന ജോസഫ്, ഈ ഒരു മനോഭാവം അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ നോമ്പ് കാലത്തുണ്ടാവേണ്ടത്. അവിടെ ജോസഫ് പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? നമ്മളീ നോമ്പും ഉപവാസവും എല്ലാം അനുഷ്ഠിക്കുമ്പോഴും ചോദിച്ചു നോക്കേണ്ട കാര്യം ഇതാണ്: ഇത്ര നീചമായിട്ട് ഞാൻ ചെയ്ത പാപങ്ങളുണ്ടോ? ഇതുപോലെയുള്ള അനേകം സന്ദർഭങ്ങളും സംഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായെന്ന് വരും. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒന്ന് ഇരിക്കാൻ പോലും അവന് സമ്മതമില്ല എന്ന് പറഞ്ഞാൽ ആ ഇരിപ്പ് അപകടമുണ്ടാക്കുമെന്ന് ജോസഫിനറിയാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള പാപങ്ങളെക്കുറിച്ച് മാത്രമല്ല, അത് സാമ്പത്തികമായിരിക്കാം, അധികാരപരമായിരിക്കാം, ഒക്കെ ഉണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, അതിലൊരു പങ്ക് തങ്ങൾക്കും കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അടുത്തിരിപ്പ് പല ഉദ്ദേശത്തോടു കൂടിയാകാം. അടുത്തിരിപ്പ്
നല്ല ഉദ്ദേശത്തിന്, അല്ലെങ്കിൽ അത് അപകടകരമാണ്. ജോസഫ് അത് മനസ്സിലാക്കിയിട്ട് അവൻ ഈ പൊത്തിഫാറിൻ്റെ ഭാര്യയുടെ അടുത്തിരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ അവൻ സാഹചര്യങ്ങളെ ഒഴിവാക്കിയെന്നാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് ഓടിയകന്നില്ലെങ്കിൽ ഈ പാപത്തിൽ, തിന്മയിൽ വീണെന്ന് വരാം. ഏതൊരു പാപത്തിലും വീണെന്ന് വരാം. നമ്മളിപ്പോൾ കൂട്ടുകൂടുന്നവർ മദ്യപന്മാരാണെങ്കിൽ നമ്മൾ അന്നേരം ആ കൂട്ടുപേക്ഷിക്കണം. അവരുടെ അടുത്തിരിക്കാൻ പോകരുത്. അതല്ലെങ്കിൽ കള്ളന്മാരാണെങ്കിൽ, മോഷണം നടത്തുന്നവരാണെങ്കിൽ ആ കൂടെ നമ്മൾ പോകരുത്. ഏഷണി പറയുന്നവരാണെങ്കിൽ ആ കൂടെ നമ്മൾ പോകരുത്. സാഹചര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം, അതില്ലാതാക്കണം. എങ്കിലേ നമുക്ക് ആ ജോസഫിൻ്റെ മനോഭാവത്തിലേക്ക് വരാനായിട്ട് കഴിയുകയുള്ളൂ. 11-ാമത്തെ വാചകം മുതൽ വായിക്കുക. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ, പൊത്തിഫാറിൻ്റെ ഭാര്യ, അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു. കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു. പൊത്തിഫാറിൻ്റെ ഭാര്യ പ്ലേറ്റ് നേരെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് എന്താ അവൾ വിളിച്ചു പറയുന്നത്? നമുക്ക് അപമാനം വരുത്താൻ അവൻ എന്ന് പറഞ്ഞാൽ പൊത്തിഫാർ, അവനിതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു. ചിന്തിച്ചു നോക്കുക. ഇനി ജോസഫിന് എന്തെങ്കിലും ഒരു സ്വയം പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അവനൊരു വേലക്കാരനാണ്. പുറജാതിക്ക് എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാരനല്ല, ഇസ്രായേൽക്കാരനാണ്, അല്ലെങ്കിൽ യഹൂദനാണ്, ഹെബ്രായനാണ്. ഇവിടെ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. അവൾ എന്താണ് വിളിച്ചു പറയുന്നതെന്ന്. അവൾ വിളിച്ചു പറയുകയാണ്, നമുക്ക് അപമാനം വരുത്താൻ ഒരുത്തൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു ഹെബ്രായനെ. അപ്പോൾ അതിനകത്ത് ഭർത്താവിനെക്കുറിച്ചൊരു പരിഹാസ ചുവയുണ്ട്. ഇവന് വിവരമില്ലാത്തവനാണ്, അതുകൊണ്ടല്ലേ എനിക്ക് അപമാനം വരുത്താൻ, അതിലൂടെ നമുക്കെല്ലാം അപമാനം വരുത്താനായിട്ട് ഈ ഹെബ്രായനെ കൊണ്ട് വിട്ടിരിക്കുകയാണ്. ഇവനൊക്കെ എവിടെ കിടന്നവനാണ്? ഈ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അർത്ഥം അതാണ്. അതായത് ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും താറടിക്കണം. കുടുംബത്തെ മുഴുവൻ നാണം കെടുത്താനായിട്ട് ഒരു ഹെബ്രായനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരുത്തനാണ് എൻ്റെ ഭർത്താവ്. ഇതിലൂടെയെല്ലാം അവൾ പറയുന്നത് എന്താണ്? എനിക്കിവനെ ഇഷ്ടമില്ല, അവനെതിലെങ്കിലും പോട്ടെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഞാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെടുത്ത് നോക്കുക. ഇതൊക്കെ സംഭവിക്കാം. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ അത് നേരെ പറയുന്നതിന് പകരം ഇതുപോലെയുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ വഷളാക്കാറില്ലേ? ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ പൊത്തിഫാർ ജോസഫിനെ കൊണ്ടുവിട്ടത് അവളെ അപമാനിക്കാനാണോ? അല്ല എന്ന് നമുക്കറിയാം. ജോസഫ് അങ്ങനെയുള്ളൊരു മനുഷ്യനുമല്ല. അപ്പോൾ പൊത്തിഫാർ തിരഞ്ഞെടുത്തത് മോശം വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇവളുടെ ദൃഷ്ടിയിൽ മോശമായിപ്പോയി അവൻ. കാരണം അവളുടെ ദുരാഗ്രഹത്തിന്, തെറ്റായ ആഗ്രഹത്തിന് അവൻ വഴങ്ങിയില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആളുകൾ പറഞ്ഞെന്ന് വരും. നമ്മൾ സത്യസന്ധമായി നിന്നാൽ ഇതുപോലെ ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞ് വാദി പ്രതിയാകുന്ന സന്ദർഭങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് അതിലൂടെ എല്ലാം പദ്ധതിയുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്വാഭാവികമായിട്ടും പൊത്തിഫാറിൻ്റെ ഭാര്യയെ അയാൾ വിശ്വസിക്കുന്നു. ജോസഫ് പറഞ്ഞൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു, അതായത് പൊത്തിഫാറിനോട്, അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അവമാനിക്കാനായി എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്നോടി പുറത്ത് കടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. തൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ യജമാനൻ രോഷാകുലനായി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ, സംശയമൊന്നുമില്ല കാര്യത്തിൽ. രോഷാകുലനായി അവൻ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി. പക്ഷേ ജോസഫ് ഇങ്ങനെ ഈ കാരാഗ്രഹത്തിലായെങ്കിലും ദൈവം അവനെ അവിടെ ഇടാനല്ലത്. അവിടെ വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട്
നമുക്കറിയാം, ജോസഫ് സ്വന്തം തടവുകാരുടെ കൂടെ കിടന്ന തടവുകാരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. വീണ്ടും ഫറവോയ്ക്കൊരു സ്വപ്നം ഉണ്ടാകുന്നു. നാട്ടിലുള്ള സകല മന്ത്രവാദികൾക്കും സാധിച്ചില്ല ഫറവോയുടെ സ്വപ്നം വിശദീകരിക്കാനായിട്ട്. നമുക്കറിയാം, ആ 7 കൊഴുത്ത പശുക്കൾ, ആ കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ വ്യാഖ്യാനിക്കാം. അങ്ങനെ ജോസഫിനെ തടവറയിൽ നിന്ന് ഫറവോയുടെ അടുത്ത് കൊണ്ടുപോയി ഫറവോയുടെ ഈ സ്വപ്നം ജോസഫ് അങ്ങ് വ്യാഖ്യാനിച്ചു. അത് നമുക്കറിയാം. ആ 7 സമ്പൽ സമൃദ്ധമായ വർഷങ്ങൾ, പിന്നീട് വരുന്ന ഒന്നുമില്ലാത്ത 7 എണ്ണം, പട്ടിണിയുടെ കാലഘട്ടം, ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം, ഫറവോയ്ക്ക് ജോസഫ് പറഞ്ഞതിൽ വിശ്വാസമായി. അതുകൊണ്ട് എന്താ ചെയ്തത്? ജോസഫിനെ ഈജിപ്തിനെ മുഴുവൻ അധിപനാക്കി, ധാന്യങ്ങൾ സംഭരിക്കാനാക്കി. ജോസഫ് എല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തു. എന്തിനാ ദൈവം ഇത്രയധികം എല്ലാം ഈ ജോസഫിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്? ഇതങ്ങ് നേരെ ചെയ്താൽ പോരെ? അങ്ങനെയല്ല. അവസാനം നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. ജോസഫിൻ്റെ സഹോദരന്മാർ, അവനെ വിറ്റ സ്വന്തം സഹോദരന്മാർ ജോസഫിൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ സ്വപ്നമനുസരിച്ച് തന്നെ കുമ്പിടുന്നുണ്ട്. 42-ാം അധ്യായം അതാണ്. അവിടെ ജോസഫിൻ്റെ അടുത്തേക്ക് അവർ പോവുകയാണ്. പിന്നെ വരുന്ന അധ്യായങ്ങൾ 43, 44 എല്ലാം ഇതാണ്. ജോസഫ് അവരെ പരീക്ഷിക്കുന്നതും ഒക്കെയായ കാര്യങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. പക്ഷേ ഇവിടെ അവസാനമായിട്ട് ഈ ജോസഫ് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 45-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ജോസഫ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റ് തോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപ് ഇങ്ങോട്ട് അയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം കഴിയുമ്പോൾ ഈ ജോസഫിൻ്റെ മനോഭാവം ആ ചേട്ടന്മാരോട് ജോസഫ് പറഞ്ഞതുപോലെ പറയാൻ നമുക്കും കഴിയട്ടെ. ആ മനോഭാവം ഉണ്ടാവട്ടെ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയുമെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നത്, സാഫല്യമടയുന്നത്. നോമ്പുകാലം ഏവർക്കും അപ്രകാരമുള്ള ഒന്നായിട്ട് രൂപാന്തരപ്പെടട്ടെ. അതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പഴയ നിയമത്തിലെ ജോസഫിനെ നയിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ ആ പദ്ധതിക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ പദ്ധതിക്ക് ഏറ്റവും മനോഹരമായിട്ട് നല്ലൊരു അന്ത്യമുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തപ്പോഴും ആ ജോസഫിനെ പോലെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത് എന്ന് പറയുവാനുള്ള ശക്തി, കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.